ഹലോ കൂട്ടുകാരെ, ഇന്ന് വീണ്ടും ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ തയ്യാറാക്കിയ ഉച്ചയൂണെന്ന് കണ്ടാലോ. ഇന്ന് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. ചാളയും അതുപോലെ തന്നെ കണവയാണ് കിട്ടിയത്. ചില കണവയൊക്കെ വലുതായിരുന്നു, ചിലത് ചെറുതുമായിരുന്നു. 2-3 കണവയുണ്ടായിരുന്നു വലുതായിട്ട്, ബാക്കി ചെറുതാണ് കിട്ടിയത്. അപ്പം നമുക്കിതെല്ലാം ഒന്ന് ആദ്യമേ വൃത്തിയാക്കി വയ്ക്കാം. അപ്പം നമ്മുടെ പണി എളുപ്പമാവുമല്ലോ. ആദ്യമേ തന്നെ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കണവയും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് പണി തുടങ്ങാമല്ലോ. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ട് പണി തുടങ്ങുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ചാള മുളകിട്ടതാണ് വയ്ക്കുന്നത്. അതിന് ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടെ ചതച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി ഇല്ലാഞ്ഞതുകൊണ്ട് സവാളയാണ് ചേർത്തത്. ചതച്ചത് ഇട്ട് കൊടുത്തു. ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഒരു പച്ചമുളകും അതുപോലെ തന്നെ ഒരു തക്കാളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴന്നു വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർക്കുന്നത് സ്കിപ്പായി പോയി കേട്ടോ. ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വടക്കം പുളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറി നന്നായി ഒന്ന് വെട്ടിത്തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് മീനിട്ട് കൊടുത്താൽ മതി. മീനെല്ലാം പെറുക്കി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചാള മുറിച്ചിട്ടൊന്നുമില്ല, അതേപോലെ വലിപ്പത്തോടെ തന്നെയാണ് ഇട്ടത്. അതിൻ്റെ കറിയിലേക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല നെയ്ച്ചാളയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഈ നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ ഞാൻ നോക്കി അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ദാണ്ടെ നെയ്യ് കണ്ട തെളിഞ്ഞിരിക്കുന്നത് നല്ല നെയ്ച്ചാള ആയതുകൊണ്ടാണ് കേട്ടോ. ഇതിൻ്റെ കൂടി ഇത്തിരി കപ്പ വേവിച്ചതോടെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറാണ് കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ ഇന്ന് കപ്പ വേവിച്ചതില്ല. എന്നാലും കുഴപ്പമില്ല, നല്ല സൂപ്പർ ടേസ്റ്റിയായ നമ്മുടെ ചാളക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് കപ്പയില്ലാതെ അഡ്ജസ്റ്റ് ചെയ്യാം. നെയ്ച്ചാളയൊക്കെ ആണെങ്കിൽ കപ്പയാണ് ടേസ്റ്റ് കേട്ടോ. അപ്പം മീൻകറി ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് കണവ മസാല തയ്യാറാക്കാം. അതിന് ചട്ടി അടുപ്പിലോട്ട് വെച്ച് ചൂടായപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് 2 സവാള നീളത്തിലരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചതച്ചില്ല, ചതച്ച് ചേർത്താലും മതി. ഞാൻ അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് വഴന്ന് വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ നമ്മൾ ഇത്തിരി ഉപ്പൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വഴന്ന് വരട്ടെ. കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് വഴന്നതിന് ശേഷം നമുക്ക് ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടവർക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 1 പച്ചമുളകേ ഇട്ടിട്ടുള്ളൂ. എല്ലാം ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. മല്ലിപ്പൊടി ചേർക്കുന്നില്ല. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറുമ്പോഴത്തേക്ക് നമുക്ക് കണവയൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ ഒരു 2 വിസിൽ കേൾപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ കണവ. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ടാണ് ഞാൻ വേവിച്ചെടുത്തത്. കണവ വെന്തതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആ വെള്ളവും കൂടെ ചേർത്ത് ആ വെള്ളം ഒന്ന് വറ്റി വരട്ടെ. ഈ രീതിയിൽ എടുത്താലും മതി. അപ്പോഴത്തേക്കും നമ്മുടെ കണവ മസാല റെഡിയാവും. ഇത്തിരി ടേസ്റ്റ് കൂടാൻ വേണ്ടി ഞാൻ ഇത്തിരി തേങ്ങയും കൂടെ ചതച്ച് ചേർക്കുന്നുണ്ട്. ഇത്തിരി മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂടെ ചതച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് കറിവേപ്പിലയിട്ട് വെള്ളം തോർത്തിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കണവ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാക്കൊത്തും തേങ്ങയൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഇച്ചിരി റിച്ചാണ് കേട്ടോ. എന്നാലും ടേസ്റ്റിന് ഒരു കുഴപ്പമില്ല. സൂപ്പർ ടേസ്റ്റാണ് കണവ മസാലയ്ക്കും. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തേങ്ങാക്കൊത്തും തേങ്ങയൊക്കെ ചേർത്ത് നമ്മുടെ കണവ മസാല സൂപ്പർ ടേസ്റ്റിയായ കണവ മസാല ഇവിടെ റെഡിയാണ്. പിന്നെ ചാള നെയ്ച്ചാളയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ചാളയിൽ പരിഞ്ഞിലുണ്ടായിരുന്നു, കുറച്ച് പരിഞ്ഞിൽ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കറുത്ത ഭാഗങ്ങളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ഒരു ചട്ടി അടുപ്പിലോട്ട് വെച്ച് ചൂടാകാനായിട്ട് വയ്ക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പൊട്ടിക്കേണ്ട. ഞാൻ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് ചേർത്ത് കൊടുത്തത്, വെളുത്തുള്ളി ചേർത്തിട്ടില്ല. ഇഞ്ചിയും ചേർത്ത് ഇത്തിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സവാള അരിഞ്ഞതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തു. 2 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സവാളയൊക്കെ ഒന്ന് വാടി വരട്ടെ. അപ്പോഴത്തേക്കും നമുക്കതിലേക്ക് പരിഞ്ഞിൽ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് സവാളയൊക്കെ വാടി കിട്ടണം. പരിഞ്ഞിലിന് ഒരുപാട് വേവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സവാള വെന്തിട്ട് നമുക്ക് പരിഞ്ഞിലിട്ടാൽ മതി. ഒന്ന് നന്നായി വാടിയതിന് ശേഷം അതിലേക്ക് പരിഞ്ഞിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത്തിരി കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് സ്കിപ്പായി പോയി കേട്ടോ. അതോടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി തോർത്തിയെടുക്കാം. അപ്പം നമ്മുടെ പരിഞ്ഞിൽ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
പരിഞ്ഞിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വറുത്ത് തിന്നുന്നതിനേക്കാൾ ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ പരിഞ്ഞിൽ തോരനാക്കി കഴിക്കുന്നത്. ഇനിയിപ്പം ചാളയൊക്കെ കിട്ടുമ്പോൾ നല്ല പരിഞ്ഞിലായിരിക്കും. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റിയായ പരിഞ്ഞിൽ തോരൻ ഇവിടെ റെഡിയാണ്. പിന്നെ ഇത്തിരി സോയാ ബോൾ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും ഇത്തിരി കോൺഫ്ലോറും ഇച്ചിരി നാരങ്ങ നീരും കൂടെ ചേർത്ത് പുരട്ടി വെച്ചതാണ്. ഒരു അരമണിക്കൂർ പുരട്ടി വെച്ചതിന് ശേഷം ഞാനതിൽ വറുത്തെടുക്കാൻ പോവുകയാണ്. പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് സോയാ ബോളിട്ട് കുറച്ച് കറിവേപ്പിലയിട്ട് വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടാൽ ഇത്തിരി ഒരു ടേസ്റ്റ് കൂടും കേട്ടോ. ഒരു 3-4 വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് കൊടുത്താൽ നമ്മുടെ സോയാ ബോൾ ഫ്രൈക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് സോയാ ബോൾ ഞാൻ നല്ല ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ സോയാ ബോൾ ഫ്രൈയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിടുന്നതാണ് ഇത്തിരി കൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഇന്ന് വെളുത്തുള്ളി ചതച്ചിട്ടിട്ടില്ല. പെട്ടെന്ന് ചെയ്തതായതുകൊണ്ട് വെളുത്തുള്ളി ഒന്നും ചതച്ചെടുക്കാനുള്ള ടൈമില്ല, അതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ് കേട്ടോ. അപ്പോൾ അറിയാലോ, ചോറുണ്ട്, പിന്നെ നമ്മൾ പരിഞ്ഞിൽ തോരൻ വെച്ചിട്ടുണ്ട്, ചാള മുളകിട്ടതുണ്ട്, കണവ മസാലയുണ്ട്, പിന്നെ സോയാ ബോൾ ഫ്രൈയും ഉണ്ട്, പിന്നെ ഇത്തിരി അച്ചാറും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് സൂപ്പറാണ് കേട്ടോ. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നതുകൊണ്ട് തന്നെ രാവിലെയാണ് ചോറ് വയ്ക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ചോറിന് ഈ സമയം എടുക്കുമ്പോഴത്തേക്ക് ഉച്ചയ്ക്കത്തെ ചോറാകുമ്പോഴത്തേക്ക് നമ്മുടെ ചോറിന് വലിയ ചൂടൊന്നും ഉണ്ടാവില്ല. എന്നാലും ചോറ് പാത്രത്തിലേക്കിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. ഇത്തിരി കൂടുതൽ തോന്നിക്കുകയും ചെയ്യും. എന്നാൽ പെട്ടെന്ന് ചൂട് തണുത്താനും എളുപ്പമുണ്ട് കേട്ടോ. ചൂട് ചോറാണെങ്കിൽ പെട്ടെന്ന് തണുത്ത് കിട്ടും നമ്മൾ നിരത്തി വയ്ക്കുമ്പോഴത്തേക്ക്. അപ്പം അതിലേക്ക് ചൂട് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പരിഞ്ഞിൽ തോരൻ വെച്ചത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കണവ മസാല വെള്ളമൊക്കെ തുറന്ന് നല്ല സൂപ്പറായിട്ടുണ്ട് നമ്മുടെ കണവ മസാല തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ കണവ മസാലയ്ക്ക്. അപ്പോൾ കണവ മസാലയും നമ്മൾ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെന്താണ് നമ്മൾ വെച്ചത്, സോയാ ബോൾ ഫ്രൈ ആണ് നമ്മൾ തയ്യാറാക്കിയത്. അത് നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം. സോയാ ബോൾ ഫ്രൈ നല്ല കോൺഫ്ലോറൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. പെറുക്കി തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ തന്നെ നമുക്ക് പെറുക്കി തിന്നാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലാതെ വേണമെങ്കിൽ നമുക്ക് സോയാ ബോൾ ഫ്രൈ ഇങ്ങനെ പെറുക്കി തിന്നുകൊണ്ട് കിടക്കാം. പിന്നെ അതിലേക്ക് ഇത്തിരി അച്ചാർ വെച്ച് കൊടുക്കുന്നുണ്ട്. മാങ്ങ അച്ചാറാണ് വെച്ച് കൊടുക്കുന്നത്, അതും അതിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാളക്കറി, അല്ല നെയ്ച്ചാളയായിരുന്നു കേട്ടോ. സൂപ്പർ ടേസ്റ്റിയായി നമ്മുടെ ചാളക്കറിയും അതിലേക്ക് വെച്ച് കൊടുത്താൽ ഇന്നത്തെ ഉച്ചയൂണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ലാവിഷായ ഒരു ഉച്ചയൂണാണല്ലോ. അതിന് എന്താ വേണം, വേറെ ഒരു കറിയും വേണ്ട. ഈ കണവ മസാല മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ വേണ്ടി, വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല. പക്ഷേ ഒരു കുറവുണ്ട് കേട്ടോ, ഇത്തിരി കപ്പ വേവിച്ചതോ ചക്ക വേവിച്ചതോ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ ഇത് രണ്ടും ഇന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. മഴയായത് കാരണം ചക്ക ഇടത്തിക്കൊണ്ട് വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ചക്ക എടുക്കാഞ്ഞത്. പിന്നെ കപ്പ ഇട്ട് വാങ്ങിയതുമില്ല. ചക്ക ഉണ്ടായിരുന്നു, പക്ഷേ എടുത്തില്ലെന്ന് മാത്രം. മഴയത്ത് പോയി അടത്തിക്കൊണ്ട് വരാൻ പറ്റില്ല, അതുകൊണ്ടാണ് ചക്ക ഇല്ലാതെ പോയത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി വേറൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ടാറ്റ പറഞ്ഞോട്ടെ. അപ്പോൾ ടാറ്റ.